നമസ്കാരം, ഞാൻ ഡോക്ടർ ലിഷ. ഞാൻ എസ്.യു.ടി. പട്ടം സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജൻ ആണ്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ബ്രസ്റ്റ് റീകൺസ്ട്രക്റ്റീവ് സർജറി ആണ്. എന്താണ് ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ സർജറി? സ്ത്രീകളിൽ മാറ് പുനർനിർമ്മിക്കുന്നതാണ് ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ സർജറി. അതായത് നമുക്കറിയാം, സ്ത്രീകളിൽ വരുന്ന ക്യാൻസറുകളിൽ വെച്ച് വളരെ കോമൺ ആയിട്ടുള്ള ഒന്നാണ് ബ്രസ്റ്റ് ക്യാൻസർ, സ്തനാർബുദം. ഈ ബ്രസ്റ്റ് ക്യാൻസർ സാധാരണയായി സ്ത്രീകളിൽ മാറൽ മുഴകളായിട്ടാണ് വരാറുള്ളത്. മറ്റു രീതികളിലും വരാം, എന്നാലും ഏറ്റവും സാധാരണ മുഴകളായിട്ടാണ് വരുന്നത്. ഈ മുഴകൾ നീക്കം ചെയ്യേണ്ടി വരികയും അതേ തുടർന്ന് മാറിന്റെ വലിപ്പത്തിൽ വ്യത്യാസം വരികയും അല്ലെങ്കിൽ മാറ് മുഴുവനായി നീക്കം ചെയ്യേണ്ടി വരികയും പറ്റാറുണ്ട് ഇതിന്റെ ചികിത്സയുടെ ഭാഗമായി. അങ്ങനെ മാറ് മുഴുവനായി നീക്കം ചെയ്ത് കഴിയുമ്പോൾ മാറില്ലാതെ ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ അത് സ്ത്രീകളുടെ മാനസികാരോഗ്യത്തെ വല്ലാതെ ബാധിക്കും. അവരുടെ ഐഡന്റിറ്റി, അവരുടെ കോൺഫിഡൻസ്, ഓഫീസിൽ പോകാനുള്ള മടി, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് വരും. ഈ പ്രശ്നങ്ങളെ ആലോചിച്ചുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ ചികിത്സാ രീതി തന്നെ വേണ്ടെന്ന് വെച്ചേക്കാം, സർജറി തന്നെ വേണ്ടെന്ന് വെച്ചേക്കാം. അതായത് മാറില്ലാതെ ജീവിക്കാൻ താല്പര്യമില്ലാത്തത് കാരണം സർജറി ഓപ്റ്റ് ചെയ്യാത്ത സ്ത്രീകളുമുണ്ട്. ഇങ്ങനെയുള്ളതിനൊക്കെ ഒരു പരിഹാരമാണ് ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ സർജറി എന്ന് പറയുന്നത്. അതായത് ക്യാൻസറിനെ തുടർന്ന് മാറ് മുഴുവനായി നീക്കം ചെയ്ത് കഴിയുമ്പോൾ ആ മാറ് നമ്മൾ പുനർനിർമ്മിക്കുന്നതിനാണ് ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ സർജറി എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ ഈ ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ സർജറി ചെയ്യുന്നത്? അതായത് ശരീരത്തിന്റെ മറ്റു ഭാഗത്തു നിന്നും ദശയെടുത്ത് ആ ദശ മാറിലേക്ക് വെച്ച് പിടിപ്പിക്കും. അപ്പോൾ മറ്റൊരു പുതിയ മാറ് പോലെയുള്ള ഒരു ബ്രസ്റ്റ് മൗണ്ട് നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ സാധാരണയായി വയറിൽ നിന്നാണ് നമ്മൾ കൊഴുപ്പെടുക്കുന്നത്. സ്ത്രീകളിൽ, പ്രത്യേകിച്ച് പ്രസവം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളിൽ വയറിന്റെ ഭാഗത്ത് കുറച്ച് കൊഴുപ്പ് കാണാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ കൊഴുപ്പ് നമ്മൾ എടുത്ത് അത് ബ്രസ്റ്റിലേക്ക് കൊണ്ടുവെക്കുന്നു. ബ്രസ്റ്റ് ഇരുന്ന ഭാഗത്തേക്ക് നമ്മൾ അത് കൊണ്ടുവെക്കുന്നു. നമ്മൾ വയറിൽ നിന്ന് കൊഴുപ്പെടുക്കുന്നത് രക്തക്കുഴലോടുകൂടിയാണ്. അപ്പൊ ആ രക്തക്കുഴൽ മാറിന്റെ അടുത്തുള്ള നെഞ്ചിലുള്ള മറ്റൊരു രക്തക്കുഴലുമായിട്ട് നമ്മൾ യോജിപ്പിക്കുന്നു. അങ്ങനെ യോജിപ്പിച്ച് കഴിയുമ്പോൾ ഈ ദശ നമ്മൾ പുതിയതായിട്ട് വെച്ച സ്ഥലത്ത് വെച്ച് പിടിപ്പിച്ച് അതൊരു ബ്രസ്റ്റ് മൗണ്ട് പോലെ ആവുന്നു. ശരീരത്തിൽ വയറിൽ നിന്ന് മാത്രമല്ല മറ്റു ഭാഗങ്ങളിൽ നിന്നും ഇതുപോലെ ദശയെടുത്ത് മാറിന്റെ ഭാഗത്ത് വെച്ച് പിടിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അത് തുടയിൽ നിന്നോ അല്ലെങ്കിൽ ശരീരത്തിന്റെ പുറം ഭാഗത്തു നിന്നോ ആവാം. ഇനി ദശ എടുത്ത് വെക്കുന്നത് കൂടാതെ മറ്റൊരു ഓപ്ഷനും ഉണ്ട്. അതായത് ശരീരത്തിന്റെ പുറം ഭാഗത്ത് നിന്ന് മസിൽ എടുത്ത് വെച്ച് ആ മസിലിന്റെ താഴെ ബ്രസ്റ്റ് ഇംപ്ലാന്റുകൾ നിക്ഷേപിക്കുന്ന ഒരു ഓപ്ഷനും ഉണ്ട്. ഇങ്ങനെയുള്ള ഓപ്ഷൻസ് വഴി നമുക്ക് ബ്രസ്റ്റ് പുനർനിർമ്മിച്ചെടുക്കാൻ സാധിക്കും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ബ്രസ്റ്റ് പുനർനിർമ്മിച്ചെടുക്കുമ്പോൾ ആ ബ്രസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള നോർമൽ ബ്രസ്റ്റുമായിട്ട് ഏകദേശം ഒരേ തന്നെ വലിപ്പം ഉണ്ടാവേണ്ട ഒരാവശ്യകതയുണ്ട്, അല്ലെ? നോർമൽ സൈഡിലെ ബ്രസ്റ്റ് ഒരുപാട് വലുതും ഒരുപാട് തൂങ്ങിപ്പോയതുമാണ് എന്നുണ്ടെങ്കിൽ ആ സൈഡിൽ നമുക്ക് ബ്രസ്റ്റ് റിഡക്ഷൻ സർജറി ചെയ്ത് ബ്രസ്റ്റിന്റെ വലിപ്പം ഒന്ന് കുറച്ച് നമ്മൾ ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ ചെയ്യുന്ന ബ്രസ്റ്റുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ വലിപ്പമാക്കി എടുക്കാൻ സാധിക്കുന്നതാണ്. അതായത് നമ്മളുടെ നോർമൽ സൈഡിൽ ബ്രസ്റ്റ് റിഡക്ഷൻ സർജറിയും മാറ് നീക്കം ചെയ്ത സൈഡിൽ ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ സർജറിയും, അത് രണ്ടും ചെയ്ത് കഴിയുമ്പോൾ രണ്ട് തുല്യ വലുപ്പത്തിനുള്ള മാറുകൾ നമുക്ക് ലഭിക്കുന്നതാണ്. ഇതെല്ലാം ഒറ്റ സർജറിയിലൂടെ ചെയ്യാൻ സാധിക്കും. ഒരു അനസ്തീഷ്യയിലൂടെ ഇതെല്ലാം ചെയ്യാൻ സാധിക്കും. മാത്രമല്ല, വയറിൽ നിന്ന് കൊഴുപ്പെടുത്ത് മാറിൽ വെക്കുമ്പോൾ വയറിലെ കൊഴുപ്പ് കുറയുകയും വയറിന് കുറച്ചുകൂടെ ഷേപ്പ് വരികയും ചെയ്യും. ഇനി എപ്പോഴാണ് ഈ ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ സർജറി ചെയ്യുന്നത്? മാറ് എടുത്തു മാറ്റുന്ന ശസ്ത്രക്രിയ, അതായത് മാസ്റ്റക്ടമിയുടെ ഒപ്പം തന്നെയോ അല്ലെങ്കിൽ മാസ്റ്റക്ടമി കഴിഞ്ഞ് കീമോതെറാപ്പി കഴിഞ്ഞ് റേഡിയേഷൻ തെറാപ്പി കഴിഞ്ഞ് മുറിവെല്ലാം ഉണങ്ങിയതിനു ശേഷം പിന്നീടോ നമുക്ക് ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ സർജറി ചെയ്യാൻ സാധിക്കും. അതായത് ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ സർജറി ഇമ്മീഡിയറ്റ് ആയിട്ടും ചെയ്യാം, ഡിലേഡ് ആയിട്ടും ചെയ്യാം. അങ്ങനെ ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ സർജറി ചെയ്ത് മാറില്ലാതെ ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് മുക്തി നേടാം. പാഡഡ് ബ്രയിൽ നിന്നും ഒരു മുക്തി നേടാം. താങ്ക് യു.